ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയിലും എളുപ്പത്തിലും ഉള്ളിവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി വലിയ സവാള ഉള്ളി 4 എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്വല്പം ഉപ്പിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കി നമുക്ക് ഒരു 15 മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഉള്ളി നല്ലതുപോലെ നല്ല മയപ്പെട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല മയം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദാപ്പൊടി നമുക്കത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞ കരിയാപ്പില, ചെറുതായിട്ട് അരിഞ്ഞ കരിയാപ്പില, അതും കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സ്വല്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കാം. നല്ല ഭംഗിയായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മുളക് പൊടി ഇടുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എരി കൂടുതൽ വേണ്ടാത്തവർക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. വടയിടാം. കണ്ട് ഇതുപോലെ എടുത്ത് ഒന്ന് ഉരുട്ടി നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് കണ്ട് ഇതുപോലെ പരത്തി നമുക്ക് ആ എണ്ണയിലോട്ട് ഇടാം. ഇങ്ങനെ ഇത് മുഴുവനും കണ്ട് ഇതുപോലെ തന്നെ പരത്തി ഈ കൈയുടെ വെള്ളയിൽ വെച്ച് നല്ലതുപോലെ വടയുടെ ഷേപ്പിൽ തന്നെ പരത്തി. ഇപ്പോൾ അതിൻ്റെ ഒരു വശം മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീക്കകത്ത് വേണം നമ്മൾ അത് വെച്ച് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകമൊന്നും വേവത്തില്ല. അതാണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ വട മുഴുവനും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വട ഇടുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളത് മുരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവത്തില്ല. ഇപ്പം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഈ ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. നല്ല മുരിഞ്ഞ വടയാണ്. നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.